ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന തമ്പനയിൽ കണ്ട പോലെ നമുക്ക് അടിപൊളി വെഡ്ഡിങ് ലെഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ ഒന്ന് കാണുക. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, കാരണം എനിക്കൊന്ന് കോപ്പറേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കോപ്പറേറ്റിൻ്റെ ക്ലെയിം ഒന്ന് മാറി കിട്ടിയത്. അപ്പം വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾ കണ്ടല്ലേ, വീഡിയോസിൽ നമ്മൾ ലെറ്റ് അപ്ലൈ ചെയ്തേക്കുന്നത് നല്ല കിടുക്കനായിട്ട്. അപ്പം അതേ ഈ ലെറ്റ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു പാസ്വേഡ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് മുഴുവൻ വരെ വീഡിയോ കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് പ്രീമിയർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീമിയറിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകളാണ് ഇത്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫ്രീ പിക്കിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് വീഡിയോസാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആ ലെറ്റുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേക്കുന്ന വീഡിയോ പോലെ നമുക്ക് ഇതിൻ്റെ ലെറ്റുകൾ എങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാ എഡിറ്റേഴ്സിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ലെറ്റ്. അതിന് ഫൂട്ടേജ് ഇവിടെ ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോ. ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ ന്യൂ ഐറ്റംസിൽ വന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഫൂട്ടേജ് നമ്മൾ ഒരിക്കലും ലെറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിൻ്റെ പകരം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ഒറിജിനൽ ക്ലിപ്പിലൊന്നും നമുക്ക് ഈ ലെറ്റ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ഇമേജിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ മുകളിൽ പ്ലേസ് ചെയ്യും. കണ്ടോ, ഓൾറെഡി കണ്ടോ, മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടെങ്കിലും നമുക്ക് താഴെ വിഷ്വൽസ് കാണാൻ പറ്റും അല്ലേ. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഗുണം. അതിന് ശേഷം ഞാൻ ലെങ്ത് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അത് എങ്ങനെയാണ് ലെറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിപ്പോൾ 2023 എൻ്റെ വേർഷൻ. അപ്പം ഞാനിത് ഈ റൈറ്റ് സൈഡിൽ കോർണറിൽ കണ്ടു ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു ഒരു ഐക്കൺ കാണും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കളറിങ്ങിന് പറഞ്ഞൊരു സെക്ഷൻ എത്തും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് കളറിങ്ങിന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കളറിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ലുമിട്രി കളർ എന്ന് പറഞ്ഞൊരു പ്രീസെറ്റാണ് നമുക്കിത് കളറിങ്ങിന് വേണ്ടി പ്രീമിയറിലുള്ള. അപ്പോൾ നമ്മളത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ബാക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട് ബേസിക് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരായിരിക്കും. നമ്മൾ ഇന്ന് ലെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലെറ്റിൻ്റെ പേര് ലുക്കപ്പ് ടേബിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രിയേറ്റീവിൽ ലുക്കിൽ എടുക്കുക. ലുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് ഡിഫോൾട്ട് ഓൾറെഡി തന്നെ പ്രീമിയർ തന്നിട്ടുണ്ടാവും. അതല്ലാതെ തന്നെ നമ്മൾ ഇവിടെ ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി തന്നെ നോക്കിയേ വെഡ്ഡിങ് ലെറ്റ് ഓൾറെഡി തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 OS പറ്റുന്നുണ്ട്. മാക്കിനും ഉണ്ട്, നമ്മുടെ വിൻഡോസ് OS ഉള്ള ഏതാണ് ലെറ്റാണ് ഞാൻ തന്നിരിക്കുന്നത് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ വിൻഡോസിൻ്റെ ലെറ്റ് എടുത്തു. അതിന് നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്താണ് എഫക്റ്റ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ കൊടുത്തു. കണ്ടോ, അപ്പോൾ നമുക്കിത് ഓൾറെഡി തന്നെ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കിത് പല ലെറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഏതാണ് നമുക്ക് ഏറ്റവും മാച്ചായിട്ട് വരുന്നതെന്നുള്ള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം അല്ലേ. അപ്പം ഞാൻ ഒന്ന് കൊടുത്ത് നോക്കുകയാണ്. അപ്പം ഓരോ ക്ലിപ്പിനും നമ്മൾ അതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് എന്നെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് നോക്കുന്നത്. അപ്പം നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നല്ല കളർ ടോണിനൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ഡൈനാമിക് റേഞ്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നെ ലെറ്റ് നല്ല സൂപ്പറായിട്ട് എഫക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലായത് ഓവറാണ്. അപ്പോൾ നമുക്ക് ഓവർ കളർ വെഡ്ഡിങ് തന്നെ കൊടുക്കാം അല്ലേ. ഇത് സെറ്റായില്ല. ഓക്കെ, നോക്കി നമുക്കിതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഇത്രയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫസ്റ്റിലത്തെ ബിഫോർ ആഫ്റ്റർ ഇതാണ്. ഓക്കെ, ഇനി അടുത്തല്ലേ ഇത് എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു എക്സ്പോഷറൊക്കെ ഇച്ചിരി കുറഞ്ഞ ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്ന് ലെറ്റ് നല്ലോണം വീഴും. നമുക്ക് നോക്കാം. ബ്രൗസ് എടുക്കുക, നമുക്ക് കൂൾ കൊടുത്തു. കണ്ടോ, ഓൾറെഡി തന്നെ നിങ്ങൾ നോക്കിയാൽ നല്ല കിടുകനായിട്ട് വിഷ്വൽ വന്നിട്ട്. ഓക്കെ, കളർ വന്നിട്ട്. അപ്പോൾ നമുക്ക് കൂളൊന്ന് മാറ്റി, കൂളിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂളൊന്ന് ഒരു 4th കൊടുത്തു, കുറച്ചും കൂടെ ഒരു കൂളായിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത് കൊടുത്തു. കണ്ടോ, അപ്പോൾ അത് എനിക്കൊന്ന് ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല ബെസ്റ്റായിട്ട് എനിക്കൊന്ന് ഇപ്പോഴൊക്കെ വെഡ്ഡിങ്ങിൽ കാണുന്ന പോലത്തെ ഉള്ളൊരു ഒരു ടോണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പം എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ ലെറ്റ് അപ്ലൈ ചെയ്താലും നമ്മുടേതായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിനകത്ത് ചെയ്യണം. എന്നാലും ഇതൊരു നമ്മുടേതായിട്ട് നമ്മുടെ ക്ലിപ്പിനനുസരിച്ചുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ചെയ്താൽ മാത്രമേ ഒരു ലെറ്റ് അതിനകത്ത് അപ്ലൈ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ അല്ലേ. ആ പ്രീസെറ്റ് അതിനകത്ത്
അപ്ലൈ ആയിട്ട് നമുക്ക് മിക്സ് ആയിട്ടുള്ളത് നമുക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഓൾറെഡി തന്നെ ഉണ്ട്. ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അതിലിട്ട് ഇതിനകത്തേക്ക് എത്രത്തോളം അപ്ലൈ ആയിട്ടുള്ളതെന്നുള്ള അതിൻ്റെ എന്താണ് വാല്യൂവിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ബേസിക് കറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും കണ്ട ഇത്രയും വ്യത്യാസം ഈ ഒരു ഇമേജിന് ഈ ഒരു വീഡിയോസിന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഓൾറെഡി എല്ലാ വീഡിയോയിലും ഇട്ടിരിക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഓൾറെഡി തന്നെ ഇതിന് ഒരു പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ അവസാനം വരെ ഒന്ന് ജസ്റ്റ് വീഡിയോ കാണുക. അപ്പം ഓൾറെഡി തന്നെ മുകളിൽ പാസ്വേഡ് കാണിക്കും. അത് നിങ്ങൾ സിപ്പ് ഫയൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈ.